കോൺഗ്രസിൽ കനത്ത നടപടി. എല്ലാ പാർട്ടി കമ്മിറ്റികളും പിരിച്ചുവിട്ട മമതാ ബാനർജി പോഷക സംഘടനകളും പിരിച്ചുവിട്ടു. തൃണമൂലിന്റെ വിമത MLA-മാർ ഋതഭദ്രയെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതോടെയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. ഡി ബിനോയിയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്നാലും കടുത്ത നടപടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ പാർട്ടി കമ്മിറ്റികളടക്കം പിരിച്ചുവിടുന്ന കാര്യത്തിലേക്ക് മമതാ ബാനർജി എത്തുമ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? തൃണമൂൽ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയത്തിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിലുള്ള അന്തചിത്രങ്ങളുണ്ടായി. പ്രത്യേകിച്ചും സഭാ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി മുന്നോട്ട് വെച്ച പേരുകളൊന്നും തന്നെ അംഗീകരിക്കാൻ MLA-മാർ തയ്യാറായില്ല. 80 ഇടങ്ങളിലാണ് തൃണമൂൽ കോൺഗ്രസ് വിജയിച്ച് എങ്കിൽ തന്നെയും അതിൽ വലിയ തരത്തിൽ അംഗസംഖ്യയുള്ള വിമതപക്ഷം അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ വിമതപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഒരു നീക്കം നടത്തി. അതിനെതിരെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ മമതാ ബാനർജി തയ്യാറായെങ്കിൽ തന്നെ പക്ഷേ അതൊന്നും അംഗീകരിക്കുവാൻ വിമതപക്ഷം തയ്യാറായില്ല. നിലവിൽ 80 പേരുള്ളതിൽ 30 പേർ വേണം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ പശ്ചിമ ബംഗാളിലെ നിയമസഭയിലേക്ക്. എന്നാൽ അതിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ട് എന്നാണ് വിമതപക്ഷത്തിൻ്റെ വിമതപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 53 അതായത് കൂറുമാറ്റ നിയമം അനുസരിച്ച് 53 MLA-മാരുടെ പിന്തുണ അനിവാര്യമാണ്. പക്ഷേ അതിനപ്പുറം 59 അംഗങ്ങൾ വിമതപക്ഷത്തിന് ഒപ്പമുണ്ടെന്നും ഋതഭദ്രയെ അവരുടെ നേതാവായി തീരുമാനിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചാണ് പശ്ചിമ ബംഗാൾ ഗവർണർക്ക് ഇപ്പോൾ കത്ത് അയച്ചിട്ടുള്ളത്. ഇതേ തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ പാർട്ടി കമ്മിറ്റികളും പോഷക സംഘടനകളും പിരിച്ചുവിടാൻ മമതാ ബാനർജി തീരുമാനിച്ചിരിക്കുന്നത്. എക്സ് അക്കൗണ്ടിലൂടെ കേവലം 3 വരികളിലൂടെയാണ് പാർട്ടി കമ്മിറ്റികളും പോഷക സംഘടനാ നേതാക്കന്മാരെയും പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം പുറത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പരാജയം തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിൽ ഉണ്ടാകുന്നു. മാത്രവുമല്ല BJP വലിയ തരത്തിൽ അവിടെ പിടിമുറുക്കുകയും ചെയ്തു. ഇത് തൃണമൂൽ കോൺഗ്രസിന് മുന്നോട്ടുള്ള പോക്കിന് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മമതാ ബാനർജിക്ക് തന്നെ അറിയാമായിരുന്നു. ഒപ്പം നിന്നവരെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പ്രത്യേകിച്ചും മമതാ ബാനർജിയോടുള്ള വിയോജിപ്പ് ശക്തമായി. ഇതിനിടയിൽ MP-മാരുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായി കടുത്ത വിയോജിപ്പ് തുടങ്ങിയത്. അതിൽ 2-3 MP-മാർ പ്രത്യേകിച്ചും പാർലമെൻറ്റിലെ വിപ്പായിരുന്ന ഉൾപ്പെടെയുള്ള കോക്കിലെ ഉൾപ്പെടെയുള്ളവർ ആ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ആ സ്ഥാനം രാജിവെച്ച് മാറി നിന്നു. മാത്രമല്ല MP-മാർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നും പാർട്ടിയിൽ മേധാവിത്വം പുലർത്തുന്നതിന് വേണ്ടി മമതാ ബാനർജി ശ്രമിക്കുന്നുവെന്നൊക്കെയായിരുന്നു MP-മാരുടെ പരാതി. ഇതേ തുടർന്ന് MP-മാർ വലിയൊരു വിഭാഗം മാറി നിൽക്കാൻ തീരുമാനിക്കുകയും ഏകദേശം വിമതപക്ഷത്തെ MP-മാരുടെ എണ്ണം തന്നെ 20-ന് മുകളിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ MLA-മാരുടെ കാര്യത്തിലും ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. 80 MLA-മാരിൽ ഇപ്പോൾ 59 MLA-മാർ ചേർന്നുകൊണ്ടാണ് ഋതഭദ്രയെ അവരുടെ നേതാവായി തീരുമാനിച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്തെഴുതിയിരിക്കുന്നത്. ഇതിൽ കൂറുമാറ്റ നിയമം ഒരിക്കൽ പോലും ബാധകമാകില്ല എന്നാണ് ഇപ്പോഴുള്ള വിമത MLA-മാരുടെ പക്ഷം പറയുന്നത്. കാരണം അവർക്ക് സാധാരണ കൂറുമാറ്റ നിയമം അനുസരിച്ച് 56 MLA-മാരുടെ പിന്തുണയെങ്കിലും വേണം. പക്ഷേ ഇപ്പോൾ 59 MLA-മാരുടെ പിന്തുണ ഉള്ള സാഹചര്യത്തിൽ കൂറുമാറ്റ നിയമം അവിടെ നിലനിൽക്കില്ല. അതിനെല്ലാം ഉപരിയായി ഇവർക്ക് കൃത്യമായി പ്രതിപക്ഷ കക്ഷിയായി ഈ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ തുടരാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി അവരുടെ എല്ലാ സംഘടനകളും, അതായത് പാർട്ടിയുടെ എല്ലാ സംഘടനകളും പോഷക സംഘടനകളും മുഴുവനും പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പാർട്ടി നേതൃനിരയിൽ ആരും തന്നെ ഉണ്ടാകില്ല എന്ന തരത്തിലൊരു സൂചന കൂടി എക്സ് അക്കൗണ്ടിലൂടെ നൽകിക്കൊണ്ടാണ് അവർ തൃണമൂൽ കോൺഗ്രസിനെ പിരിച്ചുവിട്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ നാൾ മുതൽ തന്നെ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ കേവലം 80 സീറ്റിൽ മാത്രം ഒതുങ്ങിയതാണ് ഈ തൃണമൂൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. മാത്രവുമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ പക്കൽ ഉണ്ടായിരുന്ന പല പാർട്ടി ഓഫീസുകളും അവർക്ക് നഷ്ടമാകാൻ തുടങ്ങി. ഒപ്പം BJP-യുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി തൃണമൂൽ കോൺഗ്രസിന് നേരെ ഉണ്ടായി. പല ഓഫീസുകളും തൃണമൂൽ
തൃണമൂൽ കോൺഗ്രസിൻ്റെ പല ഓഫീസുകളും BJP പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത ഓഫീസുകൾ പിന്നീട് CPIM-നും CPI-ക്കും ഒക്കെ കൈമാറുന്ന കാഴ്ചയും കണ്ടതാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിനിടയിലാണ് വിമത MLA-മാർ, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് മറ്റൊരു പേരാണ് മമതാ ബാനർജി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ പേര് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് വിമതപക്ഷം പറയുകയും തുടർന്ന് ഋതുപ്രതയെ അവരുടെ നേതാവായി തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സ്പീക്കർ കടന്നിട്ടില്ല. കാരണം ഇനി ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ രാഷ്ട്രീയപരമായ ഒരു കത്ത് അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ പേര് ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള MLA-മാരുടെ നിലനിൽപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഒരു പക്ഷേ ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം നിയമപരമായ നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജിയുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്പീക്കർ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ അവിടുത്തെ വിമത പക്ഷത്തിന് 59 MLA-മാരുടെ പിന്തുണയുണ്ട്. മാത്രവുമല്ല ഒരു പ്രതിപക്ഷ നേതാവായ ഒരാളെ തീരുമാനിക്കാൻ 30 MLA-മാർ മതിയാവും. അതിൽ കൂടുതൽ 29 MLA-മാർ അധികമായുണ്ട്. ഒപ്പം കൂറുമാറ്റ നിയമം പോലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വിമത നേതാവായ ഋതുപ്രത അവിടെ പ്രതിപക്ഷ നേതാവാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ ഇതിൻ്റെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജി കടക്കുക. നിലവിലെ സാഹചര്യത്തിൽ വേഗത്തിൽ ഒരു പുനഃസംഘടന എളുപ്പമാകാൻ സാധ്യതയില്ല. കാരണം പല സ്ഥലങ്ങളിലും പാർട്ടി ഘടകങ്ങളിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ സ്ഥലങ്ങൾ സന്ദർശിക്കാനെത്ത MP-മാരെ നിരത്തിലിട്ട് ആളുകൾ മർദ്ദിക്കുന്നതും കാഴ്ചയും കണ്ടതാണ്. പലർക്കും വലിയ തരത്തിലുള്ള മർദ്ദനമൊക്കെ ഏറ്റിട്ടുണ്ട്. ഹെൽമറ്റ് തലയിൽ വെച്ച് രക്ഷപ്പെടുന്ന MP ഉൾപ്പെടെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പോയിരിക്കുന്നു. അവരുടെ പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളിലെയും നേതൃനിരയും പാർട്ടിയെയും പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇനിയുള്ളത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് പശ്ചിമ ബംഗാളിലും നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ 59 വിമത MLA-മാർ എങ്ങനെ നീങ്ങും എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുമോ അതോ BJP-യുമായി ചേർന്നവർ മുന്നോട്ട് പോകുമോ? മാത്രവുമല്ല, ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കുറേ പ്രശ്നങ്ങൾ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. പാർലമെൻറ്റിൽ അവർക്ക് പിന്തുണ കൂട്ടുന്നതിന് വേണ്ടി BJP വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഭൂരിഭാഗം MP-മാരുടെയും പിന്തുണ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു നീക്കം കൃത്യമായും BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരത്തിലൊരു നീക്കം നടത്തുന്ന വഴി തന്നെ 3/2 ഭൂരിപക്ഷം എന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി BJP ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അവരുടെ അജണ്ടകളിലൊന്നാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ളത്. ആ ഒരു നീക്കം 2029 നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നേരത്തെ തന്നെ BJP നടത്തിയിരുന്നു. ഇത്തരത്തിൽ ബംഗാളിലുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി കൂടി കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ MP-മാരെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ BJP ഒരു നീക്കം നടത്തുമ്പോൾ ഇത്തരത്തിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ ഇനി പശ്ചിമ ബംഗാളിൽ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി, വ്യക്തമാണ്.